ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് തക്കാളി ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചുവന്നുള്ളി ഒന്ന് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഒന്ന് വേവുന്ന ടൈം കൊണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പോട്ടിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് സവാള ഒന്ന് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഏറെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവാള എല്ലാം ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം, 1/2 ടേബിൾ സ്പൂണ് മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. ഇതാ ഇവിടെ നമ്മുടെ ബീഫ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ ഇറങ്ങി നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് വെന്ത വെള്ളം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ ബീഫും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് കുറേ ടൈം ഒന്ന് ഈ ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് നമുക്കിത് ബീഫ് ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.